ഹായ് ഫ്രണ്ട്സ്, വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ 2024 പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതിലെ 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇതുവരെയായിട്ടുള്ള 5 പാർട്ടുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാം. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇതിലെ മാത്സ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്സിൽ 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. നിങ്ങൾക്ക് നോർമലി അറിയാവുന്ന പോലെ 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആദ്യം പറയുകയാണെങ്കിൽ, കുറച്ച് നോർമലി ഫോഴ്സ് എക്സാമുകൾ ചില എക്സാമുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, മാത്സ് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. മാത്സ് മാത്രമല്ല, സയൻസും അതേപോലെയുള്ള ചില ഏരിയാസ് അവരൊന്ന് ടഫാക്കും. അത് മെയിനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിലെന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക തന്നെ വേണം. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഒരു മെത്തേഡ്. എപ്പോഴും അറിയാത്തത് കാര്യമായിട്ട് അവിടെ നെഗറ്റീവ് അടിച്ചിട്ട് എന്ത് ചെയ്യരുത്, ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകരുത്. കാരണം യൂണിഫോം പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഫോഴ്സ് എക്സാമിൻ്റെ പോസ്റ്റുകൾക്കൊക്കെ കട്ട് ഓഫുകൾ ജനറൽ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വലിയൊരു ഹൈ സ്കോർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവരുത്. ഒരു നോർമൽ ഒരു ആവറേജ് സ്കോർ നിങ്ങൾക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യരുത്, അവിടെ റാൻഡായിട്ട് കുത്തിയിട്ട് നെഗറ്റീവ് അടിക്കരുത്. എന്തായാലും നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ വന്നെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര്. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ട്, ഇത് പ്രീവിയസ് ആയിട്ട് അങ്ങനെയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സംഖ്യാശ്രേണികൾ ചോദിക്കാറുണ്ട്. തൊട്ട് മുമ്പൊക്കെ എനിക്കൊന്ന് ഫിബോനാച്ചി സംഖ്യാശ്രേണിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏതാ സംഖ്യാശ്രേണി? 1, 5, 14. അടുത്ത വരുന്ന ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതൊക്കെ പോട്ടെ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്? ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഓരോ തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ശ്രേണി മനസ്സിലാവും. 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. അടുത്ത 5ഉം 14 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9. അടുത്തത് എത്രയായിരിക്കും? അതായത് 4 കഴിഞ്ഞിട്ട് 9 വരണമെങ്കിൽ 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയറാണ് 9. സോ അടുത്തത് എപ്പോഴും എന്തായിരിക്കും? 4ൻ്റെ സ്ക്വയർ 16. ഇങ്ങനെയാണ് ആ പാറ്റേൺ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അടുത്തത് 5ൻ്റെ സ്ക്വയർ 25, ഇങ്ങനെ പോകും. അതായത് 14 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരേണ്ട അടുത്ത സംഖ്യ 14ഉം 16ഉം കൂട്ടിയിട്ടുള്ള 30, അടുത്തത് 30, 25ഉം കൂട്ടിയിട്ടുള്ള 55, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ആ സംഖ്യാ ശ്രേണി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇത് അല്ലാതെ തന്നെ ഇങ്ങനെ പഠിച്ചു നോക്കണം. കാരണം അല്ലാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, 1, 5, 14, 30 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ സംഖ്യാശ്രേണി തന്നിട്ട് തൊട്ടടുത്ത നമ്പർ ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ സംഖ്യാശ്രേണി സ്ക്വയറോ ക്യൂബാണോ നോക്കുക. അത് രണ്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തൊട്ടടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് നോക്കുക, ഞാൻ ഈ ചെയ്ത പോലെ. അപ്പോൾ നിങ്ങൾക്കത് ഏകദേശം ഒരു ഐഡിയ അവിടെ കിട്ടും. ഏകദേശം ഒരു 90% കേസുകളിലും എന്തായിരിക്കും, വ്യത്യാസം എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്കത് കത്തും മൈൻഡിലേക്ക്. സോ അതൊക്കെ പോട്ടെ, ഇതിൻ്റെ ആൻസർ എന്താണ്? 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര്. അതായത് വ്യത്യാസം, തൊട്ടടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ ആയിട്ട് വരുന്ന ഈ സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരാണ് സ്തൂപിക സംഖ്യകൾ കേട്ടോ. സ്തൂപിക സംഖ്യകൾ. എന്താ സംഖ്യകളുടെ പ്രത്യേകത? തൊട്ടടുത്ത 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ സ്ക്വയർ ആണ്, വർഗമാണ്, ഒരു സംഖ്യയുടെ വർഗമാണ്. അങ്ങനെയുള്ള സംഖ്യാശ്രേണിയാണ് സ്തൂപിക സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിലെ കോമൺ ആയിട്ട് ചോദിച്ച 1, 2 സംഖ്യ, ത്രികോണ സംഖ്യകൾ. എന്താ ത്രികോണ സംഖ്യകൾ? അത് എളുപ്പമാണ്. നിങ്ങൾക്ക് ആ ത്രികോണം ഫോം ചെയ്യുന്നത് എത്ര വെച്ചിട്ടാണ് നോക്കിയാൽ മതി. ആദ്യം 1, പിന്നീട് ഇതേപോലെ നോക്കുക, ഒരു മഞ്ചാടി ഗുരുവാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതേപോലെ ഒരു സ്ക്വയർ അടുത്തൊരു ത്രികോണം ഫോം ചെയ്യണമെങ്കിൽ എത്ര എണ്ണം വെക്കണം? 1, 2, 3 എണ്ണം വെക്കണം അല്ലേ? 3. അടുത്തൊരു ത്രികോണാകൃതി ഫോം ചെയ്യണമെങ്കിൽ എത്ര എണ്ണം വേണം? 1, 2, 3, 4, 5, 6. സോ 1, 3, 6, 10, ഇവിടെ കൊടുത്ത പോലെ 15, 21. ഇതാണ് ത്രികോണ സംഖ്യകൾ. മറന്നു വരുന്നത്, ഇതും ചോദിക്കാറുണ്ട്. മുമ്പ് പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1, 3, 6, 10, 15 ഇങ്ങനെയുള്ള സംഖ്യാശ്രേണിയാണ് ത്രികോണ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇത് സംഖ്യാശ്രേണിയിലെ തൊട്ടടുത്ത സംഖ്യ ഒന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ആ വ്യത്യാസം എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കിട്ടും. എന്താണ്? 1, 3 തമ്മിലുള്ള വ്യത്യാസം 2, അടുത്ത 3, 6 തമ്മിലുള്ള വ്യത്യാസം 3, അടുത്ത വ്യത്യാസം 4, അടുത്ത വ്യത്യാസം 5. സോ ആ വ്യത്യാസം എന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഖ്യാശ്രേണിയാണിത്. അപ്പോൾ ത്രികോണ സംഖ്യകൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ മനസ്സിലാക്കി വെക്കണം. പിന്നെ സമചതുര സംഖ്യകൾ, നിങ്ങൾക്ക് അറിയാവുന്ന സംഖ്യകളാണ് സമചതുര സംഖ്യകൾ. എന്താ? സ്ക്വയറാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വർഗങ്ങൾ.
കേട്ടോ. അതാണ് സമചതുര സംഖ്യകൾ. ആ സമചതുരത്തിൻ്റെ ഇംഗ്ലീഷ് ഫോം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. സ്ക്വയർ നമ്പേഴ്സ്, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. ഇങ്ങനെ പോകുന്ന സംഖ്യകളാണിത് ഈ സമചതുര സംഖ്യ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്ന സംഖ്യകൾ. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇതല്ലാതെ കോമൺ ആയിട്ട് ചോദിക്കുന്ന 1, 2 ഉണ്ട് പരിപൂർണ്ണ സംഖ്യകൾ. ഈ 1-2 വർഷത്തിനിടയ്ക്ക് ഇത് 2-3 പ്രാവശ്യം ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പരിപൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണെന്നുള്ളത്. അത് എന്താണെന്നുള്ളതല്ല ചോദിച്ചത്, താഴെ തന്നിരിക്കുന്നതിൽ പരിപൂർണ്ണ സംഖ്യ ഏത് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം നിങ്ങൾ ഈ 6ഉം 28ഉം അവിടെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. 6ഉം 28ഉം പരിപൂർണ്ണ സംഖ്യകൾക്ക് എക്സാമ്പിളാണ്. 6ഉം 28ഉം എന്താ ഈ പരിപൂർണ്ണ സംഖ്യ എന്ന് വെച്ചാൽ, അതായത് അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ 6 വെച്ചിട്ട് തന്നെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. 6ൻ്റെ ഘടകങ്ങൾ എടുത്ത് നിങ്ങൾ 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഘടകങ്ങൾ എന്ന് വെച്ചാൽ എന്താ, അതിന് 6നെ കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് 6ൻ്റെ ഘടകങ്ങൾ. 1, അതേപോലെ 2, 3, അതേപോലെ 6. 1, 2, 3, 6 6ൻ്റെ ഘടകങ്ങൾ. ഇതൊക്കെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തുക എത്ര കിട്ടുമെന്ന് അറിയാം. നിങ്ങൾക്ക് 6, 3, 9, 10, 12 കിട്ടും. അതായത് ഈ 6 എന്നുള്ള സംഖ്യയുടെ ഇരട്ടിയാണ് കിട്ടുക. ഇതേ പ്രത്യേകതയുള്ള അടുത്തൊരു സംഖ്യ പിന്നെ വരുന്നത് 28 മാത്രമാണ് കേട്ടോ. നിങ്ങൾ മറ്റേത് സംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഘടകങ്ങളുടെ തുക എന്തില്ല, അതിൻ്റെ ഇരട്ടിയായിട്ട് കറക്റ്റ് കിട്ടില്ല. സോ 6ഉം 28ഉം കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു നമ്പർ 496. അതൊക്കെ പോട്ടെ, നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ടത് 6ഉം 28ഉം പരിപൂർണ്ണ സംഖ്യയാണെന്നുള്ള എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ഓർത്ത് വെക്കണം. പരിപൂർണ്ണ സംഖ്യ എന്താണെന്നുള്ളത് വേണേ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. അത് നോർമലി എന്താണെന്നുള്ളതൊന്നും എന്ത് ചെയ്യില്ല, മാത്സിൽ ചോദിക്കാറില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ എപ്പോഴും കോമൺ ആയിട്ട് PSCയുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു ടോപ്പിക്കാണ് അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്ന അഭാജ്യ സംഖ്യകൾ. ഇതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും പോകണം കേട്ടോ. കാരണം അഭാജ്യ സംഖ്യകളിൽ കാണുമ്പോൾ ഒരു 4 നമ്പറുകൾ കാണുമ്പോൾ അതിൽ അഭാജ്യ സംഖ്യ ഏതാണ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ കിട്ടണം. സോ ഈ നമ്പേഴ്സൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു 20 പേരുള്ള 2, 3, 5, 7, 11, 13, 17, 19 പേരെങ്കിലും എന്ത് ചെയ്യണം, വൃത്തിക്ക് അത് കാണുമ്പോഴേ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ഉള്ളത് ഈ 97 ഒന്ന് ഓർത്ത് നോക്കട്ടോ. കാരണം ചില കേസിൽ 91 മുതൽ 100 വരെയുള്ള കുറച്ച് 4 നമ്പേഴ്സ് തരും. അതിലൊന്ന് 97 ആയിരിക്കും. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും, 97 ആയിരിക്കും. കാരണം 91ൻ്റെയും 100ൻ്റെയും ഇടയിൽ ആകെ ഒരു അഭാജ്യ സംഖ്യയേ ഉള്ളൂ. നോർമലി അങ്ങനെയുള്ള ഒരു കേസ് മറ്റ് നമ്പേഴ്സിൻ്റെ ഇടയിലായിട്ട് വരാറില്ല, വന്നിട്ടില്ല ഇതുവരെ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ 97 ഒരു അഭാജ്യ സംഖ്യയാണെന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കാം. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ 1/3 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഇതിൽ റാൻഡായിട്ട് ഓപ്ഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൈം എടുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം, അതാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇത് നോർമൽ മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. എന്താ നോർമൽ മെത്തേഡ് നോക്ക്. ഞാൻ 3 സംഖ്യകൾ, ഇതാണ് 3 സംഖ്യകൾ ഈ വട്ടത്തിനുള്ളിൽ ഞാൻ എഴുതും. ഈ 3 സംഖ്യകളും കൂടി കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടുന്ന അവർ പറയുന്നത്, ഈ 3 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 572 എന്നുള്ളത് കിട്ടും. ഇനി അതിൻ്റെ പ്രത്യേകതകൾ പറയാണ്. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ സംഖ്യ എന്തായിട്ട് എടുക്കുക, നോർമലി എക്സ് ആയിട്ട് എടുത്തു. ഒന്നാമത്തേത് രണ്ടാമത്തിൻ്റെ ഇരട്ടിയാണ്. സോ രണ്ടാമത്തേതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, ഇത് 2x ഉണ്ടാവും. ഇനി അടുത്ത മൂന്നാമത്തേത് എന്താ പ്രത്യേകത, ഒന്നാമത്തേതിൻ്റെ 1/3. 1/3 എന്ന് വെച്ചാൽ എത്രയാ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അതാണ് 1/3. സോ 2x-ൻ്റെ 1/3 എന്ന് വിളിക്കുമ്പോൾ എത്ര ഉണ്ടാവും, 2x ഡിവൈഡഡ് ബൈ 3. സോ ഇത് 3 കൂടി കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് എത്ര, 572. ഇതിൽ നിന്ന് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ആ രണ്ടാമത്തെ സംഖ്യയായിട്ടുള്ള എക്സ് കണ്ടുപിടിക്കാം. 2x + x + 2x/3 ചെയ്യാം. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും, 2x-ഉം x-ഉം ആദ്യം കൂട്ടിക്കഴിയുമ്പോൾ 3x കിട്ടും. 3x + 2x/3. നിങ്ങൾക്ക് ഇവിടെ ഭിന്നസംഖ്യകൾ കൂട്ടുന്ന അറിയണം. നോർമലി 3x-ൻ്റെ താഴെ നമുക്ക് 1 ഇടാം അല്ലേ. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3ഉം 3x-ഉം മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3ഉം 3x-ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x കിട്ടും. അതേപോലെ 1ഉം 2x-ഉം മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ 2x കിട്ടും. താഴെ 1ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 3 എന്ന് കിട്ടും. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ 9x 2x കൂട്ടിയാൽ എത്ര, 11x, താഴെ ഒരു 3. ഇത് എന്തിന് തുല്യമാണ്, നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന 572-ന് തുല്യമാണിത്, 572. സോ ഇവിടെ x എന്തായിരിക്കും, x എന്നുള്ളത് x വെച്ചിട്ട് ഞാൻ മറ്റുള്ള സംഖ്യകളൊക്കെ വലത്തോട്ട് കൊണ്ടുപോവാണ്. ആ 3 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഗുണിക്കണം എന്നാവും. സോ 572 ഗുണിക്കണം 3, താഴെ 11 വലത്തോട്ട് പോകുമ്പോൾ താഴോട്ട് പോകും, താഴെ 11 എന്ന് വരും.
സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 11 കൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഹരിക്കുക. കാരണം എപ്പോഴും 11 കൊണ്ട് ഹരിക്കുന്ന സംഖ്യകളായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് എപ്പോഴും വരുന്നത്. സോ 11 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 57 11 കൊണ്ട് ഹരിക്കുമ്പോൾ 55 5 പ്രാവശ്യം, പിന്നെ ഉള്ളത് 2 22 2 പ്രാവശ്യം 52. സോ 52 × 3 ചെയ്യുമ്പോൾ 2 × 3 6, അതേപോലെ 3 × 5 15, 156 എന്ന് കിട്ടും. 156 ഈ മിഡിലിൽ വരുന്ന രണ്ടാമത്തെ സംഖ്യ. പക്ഷെ 156 നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷനിൽ എവിടെയില്ല. സോ ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. സോ അടുത്ത തൊട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അടുത്ത സംഖ്യ ഏതാ? ഇതിൻ്റെ ഇരട്ടി അല്ലെ, 2x ആദ്യത്തെ സംഖ്യ. 156ൻ്റെ ഇരട്ടി നോക്കാം. 156ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? 312 വരും. പക്ഷെ 312 ഓപ്ഷനിലില്ല. അതുകൊണ്ട് ഇനി എന്തായാലും മൂന്നാമത്തെ ഈ സംഖ്യയായിരിക്കും മിക്കവാറും ഉദ്ദേശിക്കുന്നത്. ഈ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണോ? ആ ഒന്നാമത്തെ സംഖ്യേൻ്റെ 1/3 എടുക്കണം. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 312നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര എന്ന് കിട്ടും? 104 എന്ന് കിട്ടും. സോ 104 ഓപ്ഷൻ ഡിയിലുള്ള ആൻസർ. ഓക്കെ, സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഡൗട്ടുള്ള ഭാഗം 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾക്കത് ആ ഒരു റൂട്ട് മനസ്സിലാവും. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ഒരു ജോലി ചെയ്യാൻ കഴിയും. ഇനി ഓരോ 3-ാം ദിവസവും BC എന്നിവരെ സഹായിച്ചാൽ എയ്ക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത്? അതായത് ആദ്യം എയ്ക്ക് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ദിവസം എത്രയാണ്? 20 ആണ്. ബിക്ക് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 30 ദിവസമാണ്. സിക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 60 ദിവസമാണ്. ഇനി നോർമലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവരുടെ ഒരു ദിവസത്തെ വർക്കാണ് എടുക്കാറുള്ളത്. ഒരു ദിവസത്തെ വർക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? എ 20 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് കഴിയുമെങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലി നടന്നത് 1/20 ആയിരിക്കും. ബി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 1/30 ആയിരിക്കും. സി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 1/60 ആയിരിക്കും. ഇനി അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി ഇവിടെ എങ്ങനെയാണ് അവർ ജോലി ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓരോ 3-ാം ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? BC അവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ആദ്യത്തെ ദിവസം എ ജോലി ചെയ്യും, രണ്ടാമത്തെ ദിവസവും എ ജോലി ചെയ്യും, മൂന്നാമത്തെ ദിവസം എന്താ പ്രത്യേകത? എയുടെ ഒപ്പം ആര് കൂടി ജോലിക്ക് ചേരും? ബിയും സിയും കൂടെ ജോലിക്ക് ചേരും. ഓക്കെ, സോ ആ കേസിലാണ് ഞാൻ ഓരോന്നായിട്ട് 3 ദിവസത്തെ അവരുടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്ന എത്രയാണെന്നുള്ളത് കണക്കാക്കുന്നത്. സോ ഒന്നാമത്തെ ദിവസം അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? എ മാത്രമാണ് ജോലി ചെയ്യുന്നത്. സോ 1/20 ജോലി കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ദിവസവും എ മാത്രമാണ് ജോലി ചെയ്യുന്നത്. സോ 1/20 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ ദിവസം ഈ ഒരു 3 പേരും ഉണ്ട്. 3 പേരും കൂടിയാണെങ്കിൽ എത്ര ഉണ്ടാവും? 1/20 പ്ലസ് 1/30 പ്ലസ് 1/60. സോ ഇത്രയും വർക്കാണ് എന്ത് 3 ദിവസത്തിൽ ഇവർ ചെയ്യുന്ന ഒരു ജോലിയുടെ അളവ് എന്ന് പറയുന്നത് കേട്ടോ. 3 ദിവസം കൊണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. സോ ഇതിനൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് മാറ്റുന്നത്? LCM താഴെയുള്ളതിൻ്റെ ഒക്കെ എന്താണ് ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കാം. ആ 20, 30, 60 എല്ലാത്തിനെയും 60ലേക്ക് മാറ്റി കഴിയുമ്പോൾ എത്ര കിട്ടും? മുകളിൽ താഴെയുള്ള 20 ആണെങ്കിൽ ഇവിടെ 3 വരും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 3 പ്ലസ് ഇവിടെയും എത്ര വരും? 3 പ്ലസ് ഇവിടെയും എത്ര വരും? 3 പ്ലസ് 30 60ലേക്ക് മാറ്റുമ്പോൾ 2 കൊണ്ടാണ് ഗുണിക്കുന്നത്. സോ 2 പ്ലസ് താഴെ 60ൻ്റെ മുകളിൽ 1 തന്നെ. സോ ഇത് കൂട്ടിക്കഴിയുമ്പോൾ 3, 6, 9, 10, 12/60 എന്ന് കിട്ടും. ചുരുക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? 12 60ൽ 5 പ്രാവശ്യം പോകും. 1/5 എന്ന് കിട്ടും. നോക്കി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 3 ദിവസം കൊണ്ട് 1/5 ജോലി എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നോക്കേ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ 3 ദിവസം കൊണ്ട് എത്ര ജോലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 1/5 ജോലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ 1/5 ജോലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജോലി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് എത്ര ദിവസം എടുക്കുമോ? ഈ 5 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. സോ 3 × 5 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? 15 ദിവസം കൊണ്ട് ഒരു ജോലി ഫുള്ളായിട്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റും. സോ 15 ഇവിടുത്തെ ആൻസർ. വേറെയും മെത്തേഡുകളുണ്ട്. നിങ്ങൾ മറ്റ് മെത്തേഡുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ LCM മെത്തേഡ് വേറെ രീതിയിലൊക്കെ ചെയ്യാം. ആ മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അറിയാവുന്ന ഒരു മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ഇനി അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. 54ാമത്തെ ക്വസ്റ്റ്യൻ 3/4 1 1/2 എന്ന് വായിക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ വായിച്ചാൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും. അങ്ങനെ 3/4 എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ പറയാം? 3/4
അടുത്തതോ 1.5, ഇത് എത്രയാ 2.25. ഓക്കെ, അത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി. അതായത് 3/4 കൂട്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, 3/4 3/4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.5 കിട്ടും. 1.5 വീണ്ടും 3/4 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാലും 2.25. 2.25 വീണ്ടും എത്ര? 3/4, അതായത് 3/4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 2.25 3 കിട്ടും അല്ലേ? വീണ്ടും 3/4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 3.25 കിട്ടും. ഓക്കെ, അടുത്തത് വീണ്ടും 3/4 കൂട്ടിക്കഴിഞ്ഞാലോ 4.5 കിട്ടും. സോ ഇങ്ങനെ പോയി ഈ ശ്രേണി. കാരണം ഈ ശ്രേണിയിൽ പദമല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ 3 വരും, 3.25 വരും, പിന്നെ 4 വരുമോ? 4 വരില്ല. ഓപ്ഷനിലെ ബി അവിടെ തന്നെ കിട്ടും. ഇതാണ് ആൻസർ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കേണ്ടി വരും? ഇവിടെ 3/4 ഇതിനോടൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നോക്കേണ്ടി വരും. ആ ശ്രേണി എങ്ങനെ പോകുന്നു എന്നുള്ളത് മനസ്സിലായാൽ ആൻസർ പെട്ടെന്ന് കിട്ടും. ശ്രേണി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് എപ്പോഴും ഇങ്ങനത്തെ കേസുകളിൽ കണ്ടുപിടിക്കേണ്ടത്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. 55 എക്സ്പോണൻസ്. ഓക്കെ, കൃത്യംഗങ്ങൾ എന്നുള്ള ഭാഗത്തു നിന്നാണ്. അതിൽ നിങ്ങൾക്ക് ഈ റൂൾസ് അറിയണം. ഞാനിവിടെ റൂൾസ്, ഇതാണ് റൂൾസ് എന്നുള്ളത്. നോർമലി a⁻m എന്നുള്ളതും a⁻n എന്നുള്ളതും ഗുണിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഗുണിക്കേണ്ടത്? അതിൻ്റെ ആൻസർ എന്താ വരിക? a⁻m+n എന്നുള്ള മെത്തഡാണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് ഹരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മെത്തഡ് എന്ന് വെച്ചാൽ മുകളിലുള്ള പവർ മൈനസ് ചെയ്യുക. ഓക്കെ, ഈ റൂൾസ് എല്ലാം പഠിച്ചു നോക്കണം. ഇത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇതിലേതെങ്കിലും ഒന്നെടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഈ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ആദ്യം എങ്ങനെ വരിക? 17/7.5 ഉണ്ട്. ഓക്കെ, അത് ഹരിക്കണം എത്രയാ? 17/3.5. സോ ഹരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇതാണ് ആ റോള്. a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ആൻസർ a⁻m-n ആണ്. സോ 17/7.5 ഹരിക്കണം 17/3.5 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 17/7.5 മൈനസ് 3.5 കിട്ടും. അതെത്രയാ? 7.5 3.5 കുറച്ചാൽ 17/4. ഓക്കെ, സോ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഒപ്പം അതുണ്ട്, അടുത്ത ഒരു മൾട്ടിപ്ലിക്കേഷനും കൂടി വരുന്നുണ്ട്. സോ 17 ഇപ്പോൾ കിട്ടിയ ആൻസർ 4 ഏത് മൾട്ടിപ്ലൈ ചെയ്യണം? 17 ക്വസ്റ്റ്യനിലുള്ള 4.5 മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ എന്താ? മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളാണിത്. a⁻m a⁻n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ വരിക? m+n എന്നുള്ളതാണ് വരിക. സോ 17/4 17/4.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 17/4 8.5 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആൻസർ. സോ 17ന്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻ ചിഹ്നം എന്ന് പറയുന്നത് എത്രയാണ്? 8.5 ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഇനി ഈ റൂൾസ് പഠിച്ചു നോക്കണം കേട്ടോ, നിർബന്ധമാണ്. പഠിച്ചു വെച്ചാൽ പോലെ ഇത് ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമുള്ള ഒരു തരത്തിൽ ഇത് കിട്ടില്ല. കാരണം ഇത് ഉപയോഗിച്ച് തന്നെ പഠിക്കേണ്ട റൂളാണ്. കാരണം ഇത് ബൈ ഹാർട്ട് ആക്കിയിട്ട് എന്തില്ല, ഇത് ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല ഒരു തരത്തിലും. നിങ്ങളിത് ക്വസ്റ്റ്യനിൽ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യണം? അവിടെ പഠിക്കണം. 56ാമത്തെ ക്വസ്റ്റ്യൻ. 56ാമത്തെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അപ്രോക്സിമേഷൻ എടുക്കാനും അതേപോലെ എന്താണ് ഒന്ന് ഗസ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ കുറച്ചധികം കാൽക്കുലേഷൻ ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും 15% വീതം എന്ത് ചെയ്യുന്നു? ഈ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 2020 ഏകദേശം എത്ര ഉണ്ട്? 20 കോടി ടൺ ഈ വേസ്റ്റ് ഉണ്ട്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഈ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. 2020 എത്ര ടൺ ഉണ്ട്? 20 കോടി കേട്ടോ, 20 കോടി ടൺ ഈ വേസ്റ്റ് ഉണ്ട്. അങ്ങനെ 2021 ആകുമ്പോൾ എത്ര ഉണ്ടാവും? ഇത് 15% കൂടും. 2021 ഇതിൻ്റെ കേസ് എന്തായിരിക്കും? 15% കൂടും. 20ന്റെ 15%. കോടി എന്നുള്ളത് എല്ലാത്തിലും ഉണ്ട്. എത്ര കോടി ഈ വേസ്റ്റ് ഉണ്ടാവുമെന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. സോ 20ന്റെ 15% കൂടിയ വാല്യൂ എങ്ങനെ കിട്ടും? അതെങ്ങനെ നിങ്ങൾ കാണുന്നത്? പെർസെൻറ്റേജ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. 15% കൂടിയ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 115/100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, 15% 115. ഇനി 20 ആയിരുന്നെങ്കിൽ 120/100. സോ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ എന്താ ഈ 115നെ 100 കൊണ്ട് അടിച്ച് ഇങ്ങനെ ഇതാ ചെയ്യേണ്ടത്. 20 × 1.15 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇതിൽ 20ലെ ഒരു പൂജ്യമാണ് വരുന്നത്. സോ 115ന്റെ ഇരട്ടി എടുത്താൽ മതി. എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ അവിടെയാവും. 115ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? 230 എന്ന് വരും. 230 ഇവിടെയാണ് പോയിന്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 2.3 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ 2021 ആകുമ്പോൾ അവൻ്റെ കേസ് എന്താ? 2.3 ആണ്. എപ്പോഴും ഓപ്ഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ മൈൻഡിൽ എപ്പോൾ ഓപ്ഷൻ ഒന്ന് നോക്കണം, ഇതൊക്കെ എത്താനായിട്ടുണ്ടോ. ഓപ്ഷൻ എ 34 അറിയില്ല. ഓപ്ഷൻ ബി 20 കണ്ടോ? 20 അല്ല എന്തായാലും, കാരണം 20നേക്കാൾ കൂടി ഇവിടെ. ഓപ്ഷൻ ബി ഒരിക്കലും വരില്ല. ഓപ്ഷൻ സിയോ
15 ഉള്ളൂ, അതൊരിക്കലും വരില്ല. കാരണം 2 ഇവിടെ 23 23 കോടി കേട്ടോ. 2.3 എന്നുള്ള ഞാൻ എഴുതി പോയതാണ്. 23.0 ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നിങ്ങൾക്ക് അതവിടെ 2300 സംതിങ് ആണ് കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മതി, അവിടെ കറക്റ്റായിട്ട് കിട്ടും. സോ 23 ആണ് എന്ത് ചെയ്യുക, 23 എന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ കിട്ടും. ഇനി ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഇവിടെ പ്രശ്നമാക്കിയത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗസ് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻ എ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, എഴുതായിരുന്നു. ഇനി ഓപ്ഷൻ എ ആണെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ. സോ 2021 കിട്ടി. 2022 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഈ 23 എന്ത് ചെയ്യണം, 115/100 കൊണ്ട് വീണ്ടും ഗുണിക്കണം. കാരണം വീണ്ടും എന്ത് ചെയ്യാണ്, 15% കൂടുകയാണ്. അപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ 15% കൂടിയിട്ട് വരുവാണ്. ഓക്കെ, അപ്പോൾ 23 × 115/100 ചെയ്യാം. സോ 23 × എത്ര ചെയ്യേണ്ടത് ഇവിടെ, 1.15. ക്ലിയർ ആണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. എത്ര, 115 × 23 ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, 3 5 15, 2 3 1 3 1 4 3, അതേപോലെ 2 5 10, 2 1 3 2 5 4 6 26.45 എത്തും. ഇത് 26.45. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് 2000 എത്ര ആയിട്ടേ ഉള്ളൂ, 22 ആയിട്ടേ ഉള്ളൂ. അടുത്ത് 2023 കാണാനുണ്ട്. 2023 ഈ 26.45 എത്ര ശതമാനം കൂടിയത് കാണണം, 115/100 കാണണം. സോ ഇവിടെ നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് 26.45 എടുക്കുന്നതിന് 26 എടുക്കുക. കാരണം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തിട്ട് ഈ 34 അടുത്ത് എത്തുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ആ ഉറപ്പായിട്ട് എന്തായിരിക്കും, അത് തന്നെയായിരിക്കും ആൻസർ. കാരണം ഇവർ തന്നെ ഇവിടെ ഓപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇതിൻ്റെ ഏറ്റവും എന്താണ് ലാസ്റ്റിലുള്ള ഡെസിമൽ നമ്പേഴ്സൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യില്ല, അത് തൊട്ടടുത്തുള്ള ഡെസിമൽ നമ്പർ ഓപ്ഷനായിട്ട് തെറ്റായിട്ട് പിന്നെ എന്ത് ചെയ്യില്ല, ഒരിക്കലും തരില്ല. സോ അടുത്തത് 26.45 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, 26 അടുത്തത് 1.15 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എത്ര ഉണ്ടാവും, 26 1.5 മൾട്ടിപ്ലൈ ചെയ്താൽ 115 × 26 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6 5 30, 1 6 6 3 9, 1 6 6, അടുത്ത 2 5 10, 2 1 3 2 0 9 6 3 9 2 29.90 എന്നുണ്ടാവും. ഓക്കെ, 29.90 നമുക്ക് 30 എടുക്കാം. അടുത്തത് 2024 കേസ് കാണുമ്പോൾ എന്ത് ചെയ്യാം, ഈ 30 × എന്ത് ചെയ്യാം, 1.15 ചെയ്യാം. ഇത് ചെയ്യാൻ എളുപ്പമാണ്. കാരണം 3 × 115 ചെയ്താൽ മതി. 3 × 115 ചെയ്യുമ്പോൾ എത്ര വരും, 100 300 315 330 345, അതായത് 34.5 എന്നുള്ള അപ്രോക്സിമേറ്റ് വാല്യൂയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ നോക്കുക, 2024 കിട്ടി 34 സംതിങ് ആണോ തന്നിരിക്കുന്നത്, ഓപ്ഷൻ എ 34 സംതിങ് ആണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ കേട്ടോ. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളിവിടെ എല്ലാ വാല്യൂ എടുത്തിട്ട് മൾട്ടിപ്ലൈ നിന്നാൽ കുറേ ടൈം എന്ത് ചെയ്യും, അവിടെ പോകും. അല്ലെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ട് അത് തന്നെ ചെയ്തോ, എന്ത് ചെയ്താൽ മതി, ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ പിന്നെ ടൈമിൻ്റെ എന്തില്ല, ആ പ്രോബ്ലം ഉണ്ടാവില്ല അവിടെ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ലാസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ലാസ്റ്റ് ഒരു 56ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് വെച്ചിട്ട് എക്സാം മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. 57ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ, ഓക്കെ, ഇതാണ് ഒരു വശം എന്താണ് 2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു സമചതുരത്തിൻ്റെ വികരണം. വികരണം എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് വികരണം. ഓക്കെ, ഡയഗണൽ വൃത്തത്തിൻ്റെ വ്യാസമാണ്. അതായത് അതൊരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും ആ വൃത്തം ഉണ്ടാവുക പ്രോബബ്ലി. ആ വൃത്തത്തിൻ്റെ വ്യാസമാണെന്ന് പറയുന്നത്. എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനാണ്. നോർമലി നിങ്ങൾക്കറിയാം വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. അതായത് നമുക്ക് റേഡിയസ് അറിയണം. ഇവിടെ ആകെ അറിയാവുന്നത് വൃത്തത്തിൻ്റെ എന്തറിയാം, വൃത്തത്തിൻ്റെ ഡയമീറ്റർ അറിയാം, വൃത്തത്തിൻ്റെ വ്യാസം അറിയാം. കാരണം വൃത്തത്തിൻ്റെ വ്യാസം എന്നുള്ളത് എന്താണ്, ആ സമചതുരത്തിൻ്റെ വികരണമാണ്. സമചതുരത്തിൻ്റെ വികരണമാണ് വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത്. പക്ഷേ സമചതുരത്തിൻ്റെ വികരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ സമചതുരത്തിൻ്റെ ഒരു വശം 2 ആണെന്നറിയാം. സോ വശം എ ആണെങ്കിൽ വികരണം എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, ഇതൊന്ന് ഓർത്ത് വെക്കണേ, വികരണം എന്നുള്ളത് എപ്പോഴും √2a ആയിരിക്കും. സമചതുരത്തിൻ്റെ കേസാണ് പറയുന്നത്. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ വികരണം √2a ആയിരിക്കും, √2a. സോ വൃത്തത്തിന് ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് വരിക, അപ്പോൾ സോ വികരണം എന്ന് പറയുന്നത് എത്രയാണ്, √2 × a എന്ന് പറയുന്നത് ഒരു സൈഡ് എന്ന് പറയുന്നത് 2 ആണ്. സോ 2√2 എന്ന് കിട്ടും. അപ്പോൾ വികരണത്തിൻ്റെ വ്യാസം, വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2√2. പക്ഷെ നമുക്ക് ഇക്വേഷനിൽ ഈ 2πr വെക്കണമെങ്കിൽ വ്യാസമാണോ വേണ്ടത്, അല്ല, നമുക്ക് ഇവിടെ വേണ്ടത് ആരാണ്.
ആരെന്ന് പറയുന്നത് ഈ വ്യാസത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ 2√2ൻ്റെ പകുതി, 2√2ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്ര വരും? 2 ക്യാൻസൽ ചെയ്താൽ √2 എന്ന് വരും. സോ ആരം √2 ആണ്. അങ്ങനെയാണെങ്കിൽ 2πrൽ 6ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? ഈ √2 കൊടുക്കുക. സോ 2 × π × √2 എന്ന് വെച്ചാൽ എത്രയാണ് വരിക? 2√2π. 2√2π സെൻറ്റിമീറ്ററാണ് ആ വൃത്തത്തിൻ്റെ എന്ത് ചുറ്റളവ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻ കേസ് അങ്ങനെ ആ വൃത്തത്തിൻ്റെ എന്ത് ചോദിച്ചിരുന്നെങ്കിൽ, ആ വൃത്തത്തിൻ്റെ വിസ്തീർണം ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു കാണേണ്ടത്? πr² ആയിരുന്നു കാണേണ്ടത്. πr². ഓക്കെ. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. 58 എന്താ? കമ്പ്യൂട്ടർ എന്ന വാക്കിനെ ഒരു മാറ്റിയിട്ട് ഒരു കോഡ് രൂപത്തിലാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസൈഫർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. എന്താ ആൻസർ വരിക? ഒന്നുമില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് കോഡിങ് ഡീകോഡിങ് എന്നുള്ള ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കോഡിങ് ഡീകോഡിങ്. അപ്പോൾ സോ കമ്പ്യൂട്ടർ എന്നതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഇതെങ്ങനെ മാറി വരുന്നത് നോക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുകളിലായിട്ട് ഞാൻ 1 2 3 4 5 6 7 8 എന്ന് എഴുതി. സോ അടുത്ത ഈ PMO CRE TU എന്നുള്ളത് എന്ത് ചെയ്യാം? അത് അതിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ P നടന്ന ഏതാ? 4ാമത്തെ ലെറ്ററാണ്. സോ ഇവിടെ ആദ്യം 4ാമത്തെ ലെറ്റർ വന്നു, അടുത്തത് 3ാമത്തെ ലെറ്റർ വന്നു, അടുത്ത 2ാമത്തെ ലെറ്റർ വന്നു, 1ാമത്തെ ലെറ്റർ വന്നു അല്ലേ? C എന്നുള്ളത് ഇവിടെ 1 അതേപോലെ തന്നെ എന്ത് ചെയ്യുക? RETU എന്നുള്ളത് ഇവിടെ എവിടെ കോഡ് വരുന്നത് നോക്കാം. R എന്നുള്ളത് 8, E എന്നുള്ളത് 7, T എന്നുള്ളത് 6, അടുത്തത് 5. സോ ഇതാണ് അതിൻ്റെ കോഡ്. കോഡിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആദ്യത്തെ 4 എടുക്കുക, അത് തലതിരിച്ച് എഴുതുക. DECI എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? തിരിച്ചെഴുതുക. സോ ICED എന്ന് വരും ആദ്യത്തത്. ഇനി അടുത്ത 4 എടുക്കുക, തലതിരിച്ച് എഴുതുക. അടുത്ത 4 എന്ന് പറയുന്നത് PHER ആണ്. തലതിരിച്ച് എഴുതി കഴിയുമ്പോൾ എന്തുണ്ട്? ഒരു REHP എന്ന് വരും. സോ ഇതാണ് ഇതിൻ്റെ കോഡിങ്. ഈ തന്നിരിക്കുന്ന കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതേ കോഡിങ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈഫർ എന്നുള്ളത് എന്ത് ചെയ്യുക? കോഡ് ചെയ്ത് കിട്ടുന്നത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ A ആണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് നമ്മൾ നോക്കുന്നില്ല. 59 ക്വസ്റ്റ്യൻ ഡിലീഷന് പോയി. 60ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഒരു 30 സെക്കൻഡ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് നോക്കുക. കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കിട്ടുന്നില്ലെങ്കിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. എക്സാമിൻ്റെ ഒരു 60ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ വന്നിട്ട് 5-10 മിനിറ്റ് എന്ത് ചെയ്യരുത്? ഒരിക്കലും ഇവിടെ കളയരുത്. ഓക്കെ. കാരണം അടുത്തത് ഒരു 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാനുണ്ടെന്നുള്ളത് ബോധ്യം എപ്പോൾ എന്ത് ചെയ്യണം? മൈൻഡിൽ വേണം. കാരണം 40 ക്വസ്റ്റ്യനിൽ ഈ ഉപയോഗിക്കുന്ന ടൈം എന്ത് ചെയ്യും? അവിടെ വേസ്റ്റ് ആയിട്ട് പോകും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ 10, 12, 15 ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് ആ ഒരു ടെക്നിക്ക് പിടികിട്ടിയാൽ പെട്ടെന്ന് കിട്ടും. അടുത്ത 10ഉം 12 തമ്മിലുള്ള വ്യത്യാസം 2, 12ഉം 15 തമ്മിലുള്ള വ്യത്യാസം 3, 15ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5, 20ഉം 27ഉം തമ്മിലുള്ള വ്യത്യാസം 7, 27ഉം 38ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 11, 38ഉം 51ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 13, 51ഉം 68ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 17. ഓക്കെ. എന്താ ഈ സംഖ്യ? ഇതിൻ്റെ പ്രത്യേകത ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതേതാ സംഖ്യാശ്രേണി? 2, 3, 5, 7, 11, 13 എന്ന് പോകുന്ന 17 എന്ന് പോകുന്ന സംഖ്യാശ്രേണി ഏതാ? അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. സോ 17 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഇവിടെ വേണ്ടത് 19 ആണ്. ഓക്കെ. 19 കൂട്ടണം. ഏതിനോട്? 68നോട് 19 കൂട്ടിയിട്ട് ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓപ്ഷനിലുണ്ടോ നോക്കുക ആ സംഖ്യ. സോ 68ഉം അതേപോലെ 19ഉം എന്ത് ചെയ്യുക? കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 കിട്ടും. 17, അടുത്തത് 6, 7, 8, 87. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഏതാണ്? C ആണ്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഇങ്ങനെയൊന്നും നോർമൽ കേസുകളിൽ എന്ത് ചെയ്യാറില്ല, ജനറൽ എക്സാമിനൊന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടുവാണെങ്കിൽ മാത്രമേ എഴുതൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യുക? ഇതിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം എന്ത് ചെയ്യും? അവിടെ വേസ്റ്റ് ആവും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് 60 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 61 മുതൽ 70 വരെയുള്ളത് ഇംഗ്ലീഷ് സെക്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും നമുക്കത് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.